ഈ 15-ാം നാൾ എന്നുള്ളതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഇതുപോലെ ഒരു വലിയ ഓപ്പറേഷൻ നടത്തുമ്പോൾ സൈന്യത്തിന്, അതായത് ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ സൈന്യത്തിന് അതിന്റെ കംപ്ലീറ്റ് ഫ്രീ ഹാൻഡ് സർക്കാർ കൊടുത്തു. നിങ്ങൾക്ക് തീരുമാനിക്കാം സമയം, സ്ഥലം, എങ്ങനെ, എപ്പോൾ എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ കയ്യിലാണ്. അവർക്ക് ഇന്റലിജൻസ് വിവരങ്ങളെ ഏകോപിപ്പിക്കണം, തയ്യാറെടുപ്പുകൾ നടത്തണം, തിരിച്ചടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടാം, അങ്ങനെ വളരെ വിപുലമായ തയ്യാറെടുപ്പുകൾ അതീവ രഹസ്യമായിട്ട് നടത്താനുണ്ട്. അത് അവരുടെ സൗകര്യമുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞല്ലോ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേര് 100% അത് പ്രതീകാത്മകമാണ്. പ്രധാനമന്ത്രി തന്നെയാണ് ആ പേര് നൽകിയത്. അത് 100% ഈ പറഞ്ഞതുപോലെ, അതായത് സ്ത്രീകളെ മുഴുവനും വെറുതെ വിട്ടുകൊണ്ട് 26 പേരെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26 വിധവകളെ ഈ രാജ്യത്ത് സൃഷ്ടിക്കുക എന്നാണ് അതിന്റെ മറ്റൊരർത്ഥം. അങ്ങനെ ഉള്ളപ്പോൾ ആ പേര് എന്തുകൊണ്ടും 100% അതിന് വളരെ വൈകാരികമാണ്, അത് അനുയോജ്യവുമാണ്. കാര്യം ഇത് അത്രമാത്രം വലിയ വൈകാരികമായ ഒരു വിഷയമാണ്. പിന്നെ കൃത്യമാണ് ആ സ്ത്രീകളെ ആയ 2 യുവ ഓഫീസർമാരെ, ഞാൻ അവരുടെ മതമൊന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും അത് വളരെ കൃത്യമായ മെസ്സേജിൽ കൂടെ തന്നെയാണ് അത് മെസ്സേജ് തന്നെയാണ് പാസ് ചെയ്തിരിക്കുന്നത്. കാര്യം ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത്, ഏറ്റവും കൂടുതൽ ഹർട്ട് ചെയ്യപ്പെട്ടത് ഈ നാട്ടിലെ സ്ത്രീ ഹൃദയങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിന് മറുപടി കൊടുക്കേണ്ടതും ലോകത്തോട് സംസാരിക്കേണ്ടതും സ്ത്രീകൾ തന്നെയാണ്. ഇതാണ് നമ്മുടെ നാടിന്റെ സംസ്കാരം. നമ്മുടെ നാടിന്, ഭാരതത്തിന്, രാജ്യത്തെ, രാഷ്ട്രത്തിനെ അമ്മയായി കാണുന്ന, സ്ത്രീയായി കാണുന്ന, അമ്മയായി കാണുന്ന ഈ നാടിന്റെ സംസ്കാരം എന്ത് എന്ന് ലോകത്തിനോട് പറയുന്ന ആ ഒരു മെസ്സേജ് കൂടിയാണ് അതിൻ്റെ അകത്തോടെ കൊടുത്തിരിക്കുന്നത്. 100% പ്രതീകാത്മകമാണ്. അതിൻ്റെ അകത്ത് വളരെ വലിയ മെസ്സേജ് ഉണ്ട്. പിന്നെ ഇവിടെ ആദ്യത്തെ റൗണ്ടിൽ പറഞ്ഞ ഇനിയിപ്പോ ഇത് എസ്കലേറ്റ് ചെയ്യാൻ ശ്രീ രാജു പി നായർ അതിന്റെ ഒരു ആശങ്കയൊക്കെ പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് എസ്കലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എസ്കലേറ്റ് ചെയ്ത ഒരു വൻ യുദ്ധത്തിലേക്ക് പോകാനുള്ള ശേഷി ഇന്ന് പാകിസ്ഥാൻ ഇല്ല. അവിടെ ഒന്നാമത് എക്കണോമിക്കലി, ഫിനാൻഷ്യലി, അഗ്രികൾച്ചർ വൈസ് എല്ലാ മേഖലകളിലും 100% തകർന്ന ഒരു പരാജയപ്പെട്ട രാജ്യമാണ് പാകിസ്ഥാൻ. അത് മാത്രമല്ല, ഇപ്പൊ ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചോ, ഈ സാധാരണഗതിയിൽ ഈ ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻ ഉണ്ടാകുമ്പോഴൊക്കെ പാകിസ്ഥാനിൽ വലിയ ഇന്ത്യ വിരുദ്ധ പ്രകടനങ്ങൾ നടക്കാറുണ്ടായിരുന്നു.